പരിശുദ്ധ കത്തോലിക്ക പാപത്തിന് വേണ്ടി അഭിനരായ മെത്രാപ്പൊലീത്തന്മാരെ, ഇസ്രയേൽ ബിഷപ്പ് ബാസിൽ, ബഹുമാനരായ വൈദികരെ, അനുഗ്രഹീതരായ വിശ്വാസം, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൻ്റെ 360-ാം വാർഷിക ദിനമാണ് ഇന്ന്. സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ 1912 കാതോലിക്ക സ്ഥാപനവും അതുപോലെ 34 ഭരണഘടന പാസാക്കിയ സംഭവമെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ എഴുത്തെപ്പോഴും പറയാറുണ്ട്. എന്നാൽ അവയെക്കാളെല്ലാം ഒരുപക്ഷെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അവയെ പോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനമാണ് 1653 പുനരുദ്ധരിച്ചത് സംഭവിച്ചത്. അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ സഭയുടെ സ്വത്വബോധം, നമ്മുടെ സഭ ഒരു ഭാരതീയ സഭയാണ്, മറ്റൊരു സഭയ്ക്കും ഇത് കീഴ്പ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമായി നമ്മുടെ പിതാക്കന്മാർ ഉറക്കെ പ്രഖ്യാപിച്ച ദിവസമാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 16 നൂറ്റാണ്ട് കാലത്തോളം നമ്മുടെ സഭ ഏക സഭയായി നിലകൊണ്ടു. അത് 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ മൂലം 2ആയി വിഭജിക്കപ്പെട്ടു. എങ്കിലും 53 വർഷങ്ങൾക്ക് ശേഷം അടിമത്വത്തിന്റെ ചങ്ങല നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്തത്. നമ്മുടെ സഭ ആദ്യം മുതലേ ലൗകിക ഭരണത്തിൽ സ്വതന്ത്രമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ലൗകിക ഭരണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ സ്വതന്ത്രമായിരുന്ന സഭയുടെ ആ സ്വാതന്ത്ര്യമാണ് 1599 ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ മൂലം ഇല്ലാതെയായി തീർന്നത്. മൂലം നമ്മുടെ പാരമ്പര്യങ്ങൾ എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. നമ്മുടെ വൈദികരുടെ വിവാഹം നിർത്തലാക്കി, അതുപോലെ നമ്മുടെ ആരാധനയിലെ നമ്മുടെ വസ്ത്രങ്ങൾ മാറ്റിമറിച്ചു. ആരാധനയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ പുളിപ്പുള്ള അപ്പം മാറ്റി പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്നതായ പാരമ്പര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പല വിധത്തിലും നമ്മുടെ സഭയുടെ സ്വത്വം, അതുവരെ ഉണ്ടായിരുന്നതായ ഐഡന്റിറ്റി നശിപ്പിച്ചിട്ട് ഒരു പുതിയ ഐഡന്റിറ്റി നൽകുവാനായിട്ട് ഒരു വിദേശ ശക്തി ശ്രമിച്ചപ്പോൾ 53 വർഷത്തോളം അതിന്റെ അടിയിൽ നമുക്ക് അന്നത്തെ പരാധീനതയിൽ കീഴ്പ്പെട്ടിരിക്കേണ്ടി വന്നുവെങ്കിൽ 1653 ഞങ്ങൾ ഇനി ഒരു കാലത്തും ഈ വിദേശ ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അതുപോലെയുള്ളതായ ഒരു സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകുന്നതിന് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ അത്തരത്തിൽ സഭയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നിന്ന് വളർന്നു വന്ന ആ സ്വാതന്ത്ര്യ ബോധമാണ് 1912 കാതോലിക്ക സ്ഥാപനത്തിൽ 34 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന ഉണ്ടാകുന്നതിനും എല്ലാം കാരണമായി തീർന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഈ പുനരുദ്ധരിച്ച സത്യത്തിന്റെ 360-ാം വാർഷിക ദിനമായ ഇന്ന് പുനരുദ്ധരിച്ച് ആ സംഭവം നടന്ന ആ സ്ഥലത്തുള്ള നമ്മുടെ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിനും അതിനെ ഒരു പിൽഗ്രീം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായ ഈ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകമായിട്ട് എല്ലാവരും ഈ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളത് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ കൗൺസിലിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇതിലെ പ്രോജക്ട് മാനേജർ മാനേജ്മെന്റ് മെമ്പറുമായിരിക്കുന്ന ശ്രീ ജോൺ ശ്യാമലുള്ള 2 വാക്കുകൾ. പരിശുദ്ധ അഭിമന്യ മെത്രാപ്പൊലീത്തന്മാരെ, ബഹുമാന്യ പ്രഭാഷകന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സഭാസ്ഥാനികളെ, കർത്താവിന്റെ വിശ്വാസികളുടെ സമൂഹമേ, 360 വർഷങ്ങൾക്ക് മുമ്പ് മലങ്കര നസ്രാണികളായ നമ്മുടെ പിതാക്കന്മാർ നടത്തിയ പുനരുദ്ധരിച്ച സത്യത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രതിജ്ഞ നമ്മൾ നെഞ്ചിലേറ്റി ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് ഇന്നത്തെ സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ ഇത് അനിവാര്യമാണ്, അത് ആവശ്യമാണെന്ന് ഈ കൗൺസില് വിശ്വസിക്കുന്നു. അല്ല എങ്കിൽ പൊതുവേദിയിൽ നമ്മൾക്ക് മുമ്പോട്ട് വരാനായിട്ടുള്ള പല വഴികളും അടയും, ആരും നമ്മളെ ശ്രദ്ധിക്കപ്പെടുകയില്ല. പുനരുദ്ധരിച്ച സത്യം നമ്മുടെ ഒരു പഠന വിഷയമാക്കി ഓരോ ഇടവകയിലും നമ്മുടെ ആധ്യാത്മിക സംഘടനകളും പഠിച്ച് ജനങ്ങളെ ഇത് ഒന്നുകൂടി ബോധവാന്മാരാക്കി ഈ ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ദീപശിഖ തലമുറ നമ്മൾ കൈമാറി നമ്മളെ കാത്തു സൂക്ഷിക്കണമെന്ന്
ഉള്ള പ്രതിജ്ഞ നമ്മുടെ സഭാമക്കളെ പഠിപ്പിക്കുക എന്നതാണ് ഈ കൗൺസിലിന്റെ ഒരു പ്രവർത്തനം. ഞങ്ങളുടെ ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ഒരു വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് കൂനംകുരിശ് സത്യം നടന്നിട്ടുള്ള മട്ടാഞ്ചേരി പ്രദേശത്തെ 60 സെന്റ് സ്ഥലം നമുക്കുണ്ട്. അതിനെ ഒരു പിൽഗ്രിം സെന്ററായി, ഒരു തീർത്ഥാടന കേന്ദ്രമായി സഭയ്ക്ക് അഭിമാനമായി നിലനിർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ രണ്ടാമത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പുരാതനമായി നിൽക്കുന്ന ഒരു ദേവാലയമുണ്ട്. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിഭംഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു മ്യൂസിയം അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ മോണമെന്റ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന്റെ വിശദ വിവരങ്ങൾ പലതരമായിട്ടുള്ള ഞങ്ങൾ അറിയിക്കുന്നതുകൊണ്ടും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മുടെ സഭയുടെ ഇന്നത്തെ നമ്മുടെ ഈ യുവ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തക്കോണമുള്ളൊരു വലിയൊരു സമ്പ്രദായം അവിടെ ഉണ്ടാക്കണം. അത് ഈ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കി മറ്റുള്ള ജനങ്ങൾ അവിടെ വരുമ്പോൾ നമ്മുടെ സഭയുടെ പ്രവർത്തന രീതികളും നമ്മുടെ മാഹാത്മ്യവും ഇന്ത്യയിലെ മാതൃസഭ എന്ന രീതിയിൽ നമുക്ക് നിലനിൽക്കത്തക്കോണമുള്ള എല്ലാ ചുറ്റുപാടുകളും കാര്യങ്ങളും അവിടെ ഉണ്ടാകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഏതാണ്ട് 3.5-4 കോടിയോളം രൂപയാണ് നമ്മൾ വകവച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 80 ലക്ഷം രൂപത്തോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പ്രവർത്തനങ്ങളെ അതിമനോഹരമായിട്ട് വളരെ വ്യവസ്ഥാപിതമായ രീതിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോകാൻ കഴിവുള്ളവരെല്ലാം അവിടെ പോയി അത് കാണുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യണം. അനേക ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകം മെത്രാപ്പൊലീത്തമാരും അച്ഛന്മാരും നമ്മുടെ എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് വേണ്ടതായ എൻകറേജ്മെന്റ് തന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ വലിയ ബാബാജൻസാണ് ഇതിന്റെ കൗൺസിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ പരിശുദ്ധ ബാബാജൻസുണ്ട്. ഈ ഒരു കൗൺസിലിന്റെ ഓരോ കാര്യങ്ങളും വളരെ ശുഷ്കാന്തിയോടെ വളരെ നല്ലതോടുകൂടി എപ്പോഴും ഇതിന്റെ വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ തരികയും എല്ലാത്തിലുമായ പ്രോത്സാഹനങ്ങൾ പരിശുദ്ധ ബാബാജൻസുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എല്ലാവരുടെയും ഈ ഒരു പ്രേരണ കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മെഡലിൽ ഞങ്ങളിവിടെ റിലീസ് ചെയ്തു. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ നമ്മളിവിടെ ആഗ്രഹിക്കുന്നതും പരിശുദ്ധ ബാബാജൻസ് കൽപ്പനകൾ കൂടി പ്രസ്താവിച്ചിട്ടുള്ള കാര്യം നമ്മുടെ ഈ ഒരു വലിയൊരു സംഭവത്തില് നമ്മുടെ സഭയിലുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു രൂപയെങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹവും ആ ഒരു ഉദ്ദേശവുമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സമയങ്ങളിൽ അവരുടെ ഇടവുകൾ വഴിയായിട്ടും അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. ശ്രേഷ്ഠരായ പിതാക്കന്മാരെ, വൈദിക സൃഷ്ടിയെ നഗര സഭയുടെ വിപ്ലവ സമരത്തിന്റെ 360-ാം വാർഷികമാണ് ഇന്ന്. ഈ ഒരു വർഷം വളരെ വിപുലമായ പരിപാടികളാണ് മട്ടാഞ്ചേരി കൗൺസിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ധനശേഖരണാർത്ഥമാണ് ഇന്ന് ഒരു കോഴി ഇതിവിടെ പ്രദർശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത 50,000 രൂപ ആരെങ്കിലും ഈ പ്രോജക്റ്റിന് സംഭാവന തന്നാൽ അതിൽ പരിശുദ്ധ ബാബാതിരുമേനിയുടെ ഫോട്ടോയും കൂനംകുരിശ് പള്ളിയുടെ ഫോട്ടോയും അതുപോലെ കൂനംകുരിശ് സത്യം നടന്ന ആ എംബ്ലവും ഒക്കെ ഉൾപ്പെട്ട ഒരു മെഡലാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. 50,000 രൂപ തരുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ ഗോൾഡ് മെഡലും 25,000 രൂപ തരുന്നവർക്ക് അതിൻ്റെ സിൽവർ മെഡലും നൽകുന്നതായിരിക്കും. അതെല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാബാതിരുമനസിന്റെ കരങ്ങളിൽ നിന്ന് വന്നിയ ഊർലോസ് തിരുമേനി അത് ഏറ്റുവാങ്ങുന്നതായിരിക്കും. ഈ കൗൺസിലിലെ നന്ദി സൂചകമായിട്ട് ആദ്യത്തെ ഇതിന്റെ മെഡലിൽ നമ്മുടെ പരിശുദ്ധ വലിയ ബാബാതിരുമനസിന്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആ മെഡലിൽ ഇതിന്റെ കൺവീനർ മിസ്റ്റർ ജേസൺ ഫിലിപ്പ് പരിശുദ്ധ ബാബാതിരുമനസിനെ ഏൽപ്പിക്കുന്നു. അടുത്ത മെഡലിൽ നമ്മുടെ പരിശുദ്ധ ബാബാതിരുമനസിന് വേണ്ടി തിരുമനസിന്റെ ഭാഗത്തിലേക്ക്
ഈ കൗൺസിലിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛൻ, ഞങ്ങളുടെ മാനേജർ അച്ഛൻ ഇത് ജേസൺ ഇവിടെ സമർപ്പിക്കുന്നു. അടുത്ത മെഡലിന് പരിശുദ്ധ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് ഈ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് ഞങ്ങൾ സംസാരിച്ചപ്പോഴുടനെ തന്നെ 50,000 രൂപ എടുത്തതുകൊണ്ട് ആദ്യത്തെ മെഡലിൻ ബോംബെ ഡയസിന്റെ ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസുമേനി സ്വയമേ സന്തോഷത്തോടെ അദ്ദേഹത്തിന് ഈ ഒരു മെഡൽ ഞങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പിതാക്കന്മാരെ, ഭാഷന്മാരെ, സ്വപ്നന്മാരെ, പരിചയസ്ഥരെ, ഞാനൊരു 1 കോടി രൂപയുടെ ബാധ്യതയിൽ നൽകുന്ന ഒരവസരം. കഴിഞ്ഞ ദിവസം ജനസംഘാടകരിൽ ഒരാളായിട്ടുള്ള ജെയ്സൺ എന്നെ വിളിച്ചു. എന്നെ വല്ലാതെ ആവേശം കൊള്ളിച്ച ഒരു സംഗതിയാണ്. ഇവരൊക്കെ 1 മണിക്കൂർ ചെലവഴിച്ചാൽ അവരുടെ ബിസിനസ്സിൽ ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാൻ സൗകര്യമുള്ളവർ. ഇതിനോടകം അവരുടെ കൃഷിയിരുന്ന ശേഖരിച്ച തുകയാണ് പ്രധാനമായിട്ടും 80 ലക്ഷം എന്നാണ് വിചാരം. അവരുടെ സഭയുടെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള വെല്ലുവിളികളെ കണ്ട് ഇത്ര ഉത്സാഹത്തോടെ സ്വന്തം കീശ ശൂന്യമാക്കാനും തങ്ങളുടെ സമയം ഇതിനുവേണ്ടി വേർതിരിക്കാനും താല്പര്യപ്പെട്ടപ്പോൾ എനിക്കത് അത്ഭുതമായിട്ട് നിൽക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ബന്ധപ്പെട്ടത്. ബോംബെ മദ്രാസനത്തിലെ ഒരു സഹോദരനും ഇതിനകത്ത് വളരെ ഉത്സാഹമായിട്ടുണ്ട്. സെന്റ് ജോൺ സാമുവൽ കഴിഞ്ഞ ദിവസം കലയ്ക്ക് സെന്റിനറി കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി പോകുന്ന അവസരത്തിൽ എയർപോർട്ടിൽ വെച്ച് പ്രസംഗം സംസാരിക്കുക. ഇവരുടെയൊക്കെ മറ്റ് സ്നേഹിതരുമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ മാതൃകയാണ്. സഭയ്ക്ക് ആവേശകരമായിട്ടുള്ള നാളിലേക്ക് കുതിച്ച കയറാൻ നമ്മുടെ മേൽപ്പടക്കാരോ പട്ടക്കാരോ മാത്രമല്ല, വിശ്വാസികളുടെ വലിയ ആവേശത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും കഴിവുള്ള എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞ ഞാൻ വാക്ക് നന്ദി. ഇത് ഞങ്ങൾക്ക് പ്രചോദനമായിട്ടില്ല. രണ്ടാമതായിട്ട് ഇതിന്റെ മുകളിൽ സുഷ്കാന്തിയോടുകൂടി മുമ്പോട്ട് വന്ന് അടുത്ത മെഡൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ അഭിനന്ദ സഖറിയാസ് മാർ ദേവപ്രസുമിനിയെ മുമ്പോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ ഒരു മെഡൽ വാങ്ങിക്കുന്നതിന് വേണ്ടി. 50,000 രൂപ അദ്ദേഹവും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തരാം എന്ന് അദ്ദേഹവും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അടുത്ത മെഡലിന് 50,000 രൂപ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് വിജയ മാത്യു കൊച്ചിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വിജയ മാത്യു ഞങ്ങളുടെ കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടെ വളരെയധികം നമുക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. അവിടെ ഇല്ലീഗലായിട്ട് താമസിച്ചിരുന്ന 12 കുടുംബങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകുവാനായിട്ട് അദ്ദേഹം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിജയ മാത്യുസിന് നന്ദി പറയുന്നു. അടുത്തത് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം മിസ്റ്റർ ഷാജി എബ്രഹാമിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹവും 50,000 രൂപ നമുക്ക് തന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷാജി എബ്രഹാം കുവൈറ്റ് നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്. കുവൈറ്റിലെ ശ്രീ കുര്യൻ വർഗീസിന് വേണ്ടി അടുത്ത മെഡല് കുവൈറ്റിലെ കുര്യൻ വർഗീസിന് വേണ്ടി 50,000 രൂപയുടെ മെഡലിൽ ശ്രീ ഷാജി എബ്രഹാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അടുത്തതായിട്ട് അബുദാബിയിൽ നിന്നുള്ള ശ്രീ എം വർഗീസ് അടുത്ത മെഡലിൽ 50,000 രൂപ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധ പാവാജൻസിൽ നിന്നും വാങ്ങിക്കുന്നു. അടുത്തതായിട്ട് കോശി എബ്രഹാം എലനിക്കൽ 50,000 രൂപ കൊണ്ട് അടുത്ത മെഡലിൽ ബുക്ക് ചെയ്യുന്നു.
മിസ്റ്റർ കോച്ചി എബ്രഹാം എലഞ്ഞിക്കൽ. അടുത്തത് മിസ്റ്റർ കോച്ചി മാത്യു എലഞ്ഞിക്കൽ. ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുമ്പോട്ട് വരിക. ജിജി തോമസൺ IAS നമുക്ക് 50,000 രൂപ തന്നുകൊണ്ട് അദ്ദേഹവും നമ്മളോട് സഹകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. ആ മെഡൽ മിസ്റ്റർ ജേസൺ മാറ്റി കൊടുക്കുന്നതായിരിക്കും. മിസ്റ്റർ ജേക്കബ് മാത്യു ജോജോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് കടന്നു വരണം. ദുബായ് മിസ്റ്റർ ജേക്കബ് മാത്യു ജോജോ വന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വരണം. അദ്ദേഹവും ഒരു മെഡലെന്നല്ല മറ്റു പല രീതിയിൽ നമ്മളെ സഹായിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അടുത്ത മെഡൽ ഞങ്ങൾ മിസ്റ്റർ മോഹൻ വിരിപ്പ്, ഞങ്ങളുടെ കൗൺസിൽ മെമ്പറായ മോഹൻ വിരിപ്പ് ബഹ്റൈൻ. അടുത്ത ഒരു മെഡലിൽ ജേസൺ ബി വർഗീസ് കുവൈറ്റ്, കൗൺസിൽ മെമ്പറും ഇതിന്റെ മെഡലിന്റെ ഇൻചാർജുമാണ്. ഒരു മെഡലിന് ഞാനും എടുക്കുന്നു ഇപ്പോൾ ഈ അവസരത്തിൽ ജോൺ സാമുവൽ എടുക്കുക. അടുത്തത് മിസ്റ്റർ വിനോദ് തൽമട എബ്രഹാം. ഇതുകൂടെയുള്ളൂ. ബാക്കിയുള്ളവര് കേട്ടുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള മെഡലിന്റെ കുറെ കാതോലിക്കറ്റ് ഓഫീസിൽ ഉണ്ടായിരിക്കും. സെക്രട്ടറി ഓഫീസ് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മെഡലിനെ വാങ്ങിച്ചു പോകാൻ പറ്റും. ബഹുമാനപ്പെട്ട അച്ഛന്മാരും വൈദികരും എല്ലാവരും അവരുടെ ഇടവുകളിൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരണം. അതുകൊണ്ട് സഭയുടെ ആവശ്യമാണെന്ന് കരുതി എല്ലാവരും സഹകരിക്കണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും നന്ദി പറഞ്ഞ്